ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് തുടക്കത്തിൽ ഭഗവാന് വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. കാരണം ഇന്നെൻ്റെ പിറന്നാളാണ്, ഇന്നെൻ്റെ നക്ഷത്രമാണ്. രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷായി വിളക്ക് കൊളുത്തി നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഈ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നൊരു കുട്ടി സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം റെഡിയാക്കി വെച്ചു. നാളികേരത്തിൽ പച്ചമുളക് ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തു. അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഒരു 5 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ ലോ ഫ്ലെയിമിലിടണം. ഒരു 5 to 8 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ റെഡിയാവും. വെജിറ്റബിൾസ് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പുറത്ത് തന്നെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം, കറക്റ്റ് ആണോ എന്ന്, പാകത്തിനാണോ എന്ന്. ഞാൻ ഒന്ന് ഇളക്കിയിട്ട് അതൊരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് നാളികേരത്തിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ടാകാനാണ്. നല്ല എരിവും ഉപ്പൊക്കെ പാകത്തിനാണ്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നീട് ഞാൻ വീണ്ടും കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നല്ലോണം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് അവിയൽ. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ സാമ്പാർ ഉണ്ടാക്കി. സാമ്പാർ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്, വറുത്തരച്ച സാമ്പാർ. പിന്നെ അതിനുശേഷം പായസം ഉണ്ടാക്കി, സേമിയ പായസം ഉണ്ടാക്കിയത്. പിന്നീട് ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ പിറന്നാളിൽ ഞാൻ ഉണ്ടാക്കിയ കുട്ടി സദ്യ. വാഴയില കിട്ടിയില്ല കേട്ടോ. ഇനി പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയിട്ട് അതിലേക്ക് ഓരോരോ കറികൾ വിളമ്പാം. ആദ്യം പയറുപ്പേരി, പിന്നീട് അവിയൽ, മാങ്ങാച്ചാർ, പുളിയിഞ്ചി, സാമ്പാർ, പിന്നെ പപ്പടം, പിന്നെ പായസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.